ദൈവമായ കർത്താവ് നമ്മളെ ധാരാളമായി വീണ്ടും അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ സ്നാനം എല്ലാം നമ്മൾ കണ്ടു. കഴിഞ്ഞ നാളിൽ നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവിൽ കൂടെ യേശുക്രിസ്തു പ്രസംഗിച്ചു അല്ലെങ്കിൽ ജീവിച്ചു എന്നുള്ള കാര്യമായി. യേശുക്രിസ്തുവിന്റെ ജീവിതവും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളും എല്ലാം പരിശുദ്ധാത്മാവിൽ കൂടെ ആയിരുന്നു. അടുത്ത് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം യേശുക്രിസ്തു പ്രസംഗിച്ചതും പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ അത് കുറച്ച് ചിന്തിക്കുവാനിടയായി. യെശയ്യാപ്രവചനം 11-ാം അധ്യായം അതിന്റെ 2 മുതൽ 4 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ഒരു പ്രാവശ്യം കൂടെ അതൊന്ന് വായിച്ചിട്ട് മുമ്പിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുകയാണ്. यहोवा की आत्मा बुद्धि और समझ की आत्मा, युक्ति और पराक्रम की आत्मा और ज्ञान और यहोवा के भय की आत्मा उस पर ठहरी रहेगी। और उसको यहोवा का भय सुगंध सा भाएगा। वो मुंह देखा न्याय ना करेगा और न अपने कानों के सुनने के अनुसार निर्णय करेगा, परंतु वो कंगालों का न्याय धर्म से और पृथ्वी के नम्र लोगों का निर्णय खराई से करेगा। और वो पृथ्वी को अपने वचन के सोंटे से मारेगा और अपने फूंक के झोंके से दुष्ट को मिटा डालेगा। അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. 4-ാം വാക്യം, അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. ഇത് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയെ എടുത്തു കാണിക്കുന്ന ചില പദങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ആരാധനയുമായുള്ള ബന്ധത്തിൽ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അതുകൊണ്ട് അതിലേക്ക് വീണ്ടും കടന്നു പോകുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-21 വാക്യങ്ങൾ ഞാൻ വായിച്ചായിരുന്നു. യാഗത്തിന്റെ പുക, അതിന്റെ അരോമ, സൗരഭ്യവാസന മുകളിലേക്ക് ചെല്ലുമ്പോൾ യഹോവ അത് നുകരുകയും യഹോവ ഭൂമിയെ നശിപ്പിക്കുവാനിരുന്നതായ അവസ്ഥകളിൽ നിന്നും അതിനെ വിടുവിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ ആ ഭാഗത്ത് കണ്ടു. प्रभु परमेश्वर खुश हो जाता है, उससे जो दंड देना चाहता है उससे जो अलग हो जाता है करके हमने देखा. അതിനുശേഷമായിട്ട് അത് പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി നമ്മൾ കണ്ടു. ആരാധനയുമായി ബന്ധപ്പെടുത്തി ആരാധനയുടെ സൗരഭ്യവാസന ദൈവം നുകരുന്നതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാനിടയായി. നിനിവെ പട്ടണത്തിലുണ്ടായിരുന്നവരുടെ ആത്മഗമനം ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയായി ചെന്നത് നമ്മൾ കാണുവാനിടയായി. യഹോവ വരുത്തുമെന്ന് വിചാരിച്ചിരുന്ന അനർത്ഥങ്ങളെ യഹോവ മാറ്റിക്കളഞ്ഞു നമ്മൾ കാണുവാനിടയായി. ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ അത് വായിച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു: അനുസരിക്കുന്നത് ഹോമയാഗത്തെക്കാളും ഹനനയാഗത്തെക്കാളും യഹോവയ്ക്ക് പ്രസാദമാകുന്നു. और शमूएल की किताब में भी हमने देखा है कि बलि चढ़ाना वो उससे बढ़कर परमेश्वर हमसे ये चाहता है कि हम उनको आदर करें, उनकी आज्ञाओं का पालन करें. അനുസരിക്കുന്നതും ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നതുമാണ് ആരാധനകളെക്കാളും
നാം ട്രഡീഷണലായിട്ട് ചെയ്യുന്ന സകലതിനേക്കാളും ദൈവത്തിന് ഇഷ്ടമുള്ളതെന്ന് കാണുവാനിടയാണ്. हमने ये भी देखा है कि परमेश्वर उसमें ज्यादा खुश हो जाता है कि परमेश्वर जो पारंपरिक रीति को मनाने से अच्छा है कि हम परमेश्वर की आज्ञाओं का पालन करें. ഇതുമായിട്ട് യേശുവിന്റെ ജീവിതത്തെ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ये हम यीशु मसीह के बारे में अगर യേശുവിന്റെ सोचेंगे, സ്നാനം മുതൽ ദൈവത്തിന്റെ പ്രത്യേക അപ്രിസിയേഷൻ യേശു ക്രിസ്തുവിന് ഉണ്ടാകുന്നതും ദൈവത്തിന്റെ സാക്ഷ്യം പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറയുന്നതുമായ ഭാഗങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടു. हमने देखा है कि यीशु मसीह के जो बपतिस्मा से लेकर हमने देखा है कि परमेश्वर का एक बहुत अच्छा प्यार यीशु मसीह के ऊपर हमने देखा है और यीशु मसीह के बारे में पिता परमेश्वर गवाही देते हुए हमने सुना है. ये सब हमने पढ़ा है. ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം എങ്ങനെയായിരുന്നു? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. पिता परमेश्वर का यीशु मसीह के बारे में ये गवाही था कि ये मेरा प्रिय पुत्र है और इसके ऊपर मैं अति प्रसन्न हूँ. അപ്പോൾ ഒരു പിതാവ് ഒരു പുത്രനിൽ പ്രസാദിക്കണമെങ്കിൽ, അവന് പ്രിയനായിട്ട് തോന്നണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു വലിയ കാര്യമുണ്ട്. अगर एक बच्चा अपने पिता को बहुत प्रिय होना है तो उसके पीछे कुछ कार्य है. അനുസരണ ഇല്ലാത്ത, ശ്രദ്ധയില്ലാത്ത, അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു പൈതലിനോട് ഒരു പിതാവിന് അധികം സ്നേഹം ഉണ്ടാകത്തില്ല. एक पिता कभी भी ऐसे बच्चे से प्यार नहीं करेगा जो अपने कहना नहीं मानने वाला बच्चा. ആ പൈതലിനെ കുറിച്ച് പിതാവിന്റെ ഹൃദയത്തിനകത്ത് ഒരു വേദന ഉണ്ടാകും. അയ്യോ, എന്റെ കുഞ്ഞെന്നെ അനുസരിക്കുന്നില്ലല്ലോ, അവന് എന്നെ മാനിക്കുന്നില്ലല്ലോ എന്നുള്ള വേദനകളുണ്ടാകും. और पिता के दिल के अंदर एक बहुत बड़ा दर्द भी होगा कि मेरा बच्चा मेरे को मान नहीं रहा. എന്നാൽ അനുസരിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് ആ പിതാവിന് വലിയ സ്നേഹമുണ്ടാകും. लेकिन कहना मानने वाले बच्चों के ऊपर पिता बहुत खुश होता है. ഇവിടെ യേശു ക്രിസ്തു എന്ന പുത്രൻ പിതാവായ ദൈവത്തെ അതുപോലെ അനുസരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. यहाँ पे हम देखते हैं यीशु मसीह जो अपने पिता परमेश्वर को बहुत अच्छे से मानते हैं करके हमने देखा है. അതുകൊണ്ടാണ് പിതാവായ ദൈവം പറയുന്നത്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. इसलिए पिता परमेश्वर ने बोला है कि ये इनके ऊपर मैं अति प्रसन्न हूँ. യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിന് ഇങ്ങനെ പറയുവാൻ കഴിയും. ദൈവം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. खाली यीशु मसीह के लिए नहीं, परमेश्वर से प्यार करने वाले उनके हर एक बच्चों को परमेश्वर ये कहना चाहते हैं कि मैं तुमसे अति प्रसन्न हूँ कर. യേശു ക്രിസ്തു മാത്രമല്ല, പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർ പോലും പലരും ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനും വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നവരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. यीशु मसीह नहीं, खाली पुराने नियमों में हम देखते हैं बहुत सारे जो परमेश्वर के संत लोग जो है परमेश्वर की कहना मानने के लिए तैयार थे. പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവിന് ശേഷം അപ്പോസ്തലന്മാരും അപ്പോസ്തലനായ പൗലോസും ഒക്കെയും സഭാപിതാക്കന്മാരൊക്കെയും ദൈവശബ്ദം അനുസരിക്കുന്നത് നമ്മൾ കാണുവാൻ കഴിയും. नए नियम में भी हम देखते हैं कि यीशु मसीह के बाद जो अपने प्रेरित लोग हैं और प्रेरित पौलुस वगैरह है, ये जो संत लोग सारे जो परमेश्वर की उस आज्ञाओं का पालन करने के लिए कोशिश किया है. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തെ അനുസരിക്കുന്നതിൽ കൂടെ ദൈവത്തിന്റെ ഹിതം ദൈവം വെളിപ്പെടുത്തുവാനിടയാണ്. परमेश्वर की इच्छा के अनुसार उनके आज्ञाओं के पालन करने वाले लोग को परमेश्वर पर प्रसन्न हो जाते हैं. യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന്റെ പൂർണ്ണമായ ഹിതം വെളിപ്പെടുത്തിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. यीशु मसीह के द्वारा परमेश्वर ने अपनी इच्छा को पूरा प्रकट താൻ किया. പ്രിയപുത്രനായിരുന്നത് കൊണ്ടാണ് ദൈവം തന്റെ മുഴുവൻ ഹിതത്തെയും ദൈവത്തിന്റെ പൂർണ്ണ ഹിതത്തെയും ദൈവം വെളിപ്പെടുത്തുവാനിടയായി. यीशु मसीह उनका प्रिय पुत्र था, इसीलिए परमेश्वर ने उनका पूरा इच्छा उनके ऊपर प्रकट किया. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. उसके लिए मैं एक उदाहरण आपको पढ़ के എബ്രായ सुनाऊंगा. ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. इब्रानियों की किताब उसका पहला अध्याय में हम आएंगे. അതിലൊരു ഭാഗം നമുക്ക് വായിക്കാം. उसका एक भाग को हम पढ़ेंगे. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. अगर वैसे पढ़ते हैं, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളിച്ചെയ്തു. हमें लिखा है, पूर्वी युग में परमेश्वर ने बाप दादाओं से थोड़ा थोड़ा करके और भांति से भविष्यकर्ताओं के द्वारा बातें करी. ഭാഗമായിട്ട് മാത്രമേ പിതാക്കന്മാരോട് ദൈവത്തിന് പറയാൻ കഴിഞ്ഞുള്ളൂ. हमें थोड़ा थोड़ा करके या थोड़ा थोड़ा भाग करके उनसे बात किया. എന്നാൽ അടുത്ത വചനം, രണ്ടാമത്തെ വചനം വായിക്കുന്നത്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അവൻ അരുളി ചെയ്തിരിക്കുന്നു. लेकिन इन दिनों के अंत में हमसे पुत्र के द्वारा बातें की. അവിടെ നമ്മൾ ചില ട്രാൻസ്ലേഷനിൽ വായിക്കുന്ന പുത്രൻ മുഖാന്തരം ദൈവം എന്താണോ ദൈവത്തിന്റെ ഹിതം ഈ ഭൂമിയെ കുറിച്ചെന്നുള്ളത് പൂർണ്ണമായും ദൈവം അറിയിച്ചത് കഴിഞ്ഞു എന്നാണ്. लेकिन कुछ जगह में ऐसे भी लिखा है कि पिता कहते हैं कि मैं पुत्र यीशु मसीह के द्वारा अपनी इच्छाओं को पूरा प्रकट किया करके बताता. അതുകൊണ്ട് ഇനിയും ഒരു ദൈവഹിതം പൂർണ്ണമായി വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. इसलिए कि परमेश्वर की पूरे इच्छा को प्रकट करने की जरूरत नहीं है. നാം ക്രിസ്തുവിനെ പോലെ പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ആ വെളിപ്പെടുത്തപ്പെട്ട ഹിതത്തിന്റെ
ആഴങ്ങളിലേക്ക്, വെളിപ്പാടുകളിലേക്ക്, ഉള്ളറകളിലേക്ക് ഒക്കെയും ദൈവം നമ്മെ ഇറക്കിക്കൊണ്ടുപോകാനറിയാം. लेकिन हम भी अगर परमेश्वर की आज्ञाओं का पालन करेंगे तो उस परमेश्वर यीशु मसीह के ऊपर प्रकट किया हुआ उस पूरे दर्शन को उसकी गहराई में हमें ले जा सकते യെശയ്യാ हैं। പ്രവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ നിനക്ക് ഗുപ്തനിധികളെയും മറവിടത്തിലെ നിക്ഷേപങ്ങളെയും തരും. हम यशायाह की किताब में पढ़ते हैं, मैं तुम्हें गुप्त बातों को समझाऊंगा और गहराई की बातों को समझाऊंगा करके बताते हैं। അപ്പം നമ്മള് ദൈവത്തെ എത്രത്തോളം അനുസരിക്കാൻ തുടങ്ങുന്നു, പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ ഈ ഭൂമിക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ദൈവം മനസ്സിലാക്കി കൊടുത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവായിരിക്കുന്ന ദൈവം നമുക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തുവാനിടയാവും. यीशु मसीह को वो जो बताए वो सारी बातें जो है हमें परमेश्वर और समझाए। യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? यीशु मसीह ने पवित्र आत्मा के बारे में क्या ഞാൻ कहा? നിങ്ങൾക്ക് പഠിപ്പിച്ചതൊക്കെയും അവൻ നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തും. मैं तुम्हें सिखाए वो सारी बातें पवित्र आत्मा तुम्हें याद യേശു दिलाएगा। എന്താണ് പഠിപ്പിച്ചത്? यीशु मसीह ने क्या सिखाया? യേശു പഠിപ്പിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിതാക്കന്മാർ ഭാഗമായി ദൈവിക വെളിപ്പാടുകൾ പറഞ്ഞു. हमारे पूर्वी बाप दादा लोग जो है थोड़ा थोड़ा करके हमें समझाया। അത് പീസായിട്ടാ, ഭാഗമായിട്ടാ, സകലമായിട്ടാ. वो थोड़ा थोड़ा करके അതെല്ലാം കൂട്ടിച്ചേർത്ത് വരുമ്പോൾ നമുക്ക് ഒത്തിരി സമയമെടുക്കും. ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. वो सब जोड़ के हमें समझने में टाइम लगेगा। എന്നാൽ പുത്രൻ മുഖാന്തരമായിട്ട് പിതാവ് എല്ലാ കാര്യങ്ങളും അരുളിച്ചു അവസാന സമയത്ത്. लेकिन पुत्र के द्वारा हमें हर चीज से उन्होंने समझा। ഇവിടെ ഈ അന്ത്യകാലം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഭൂമിയുടെ അന്ത്യകാലത്തെ കുറിച്ചല്ല. यहाँ पे अंतिम दिन जो यहाँ पे बताया है ദൈവം वो पृथ्वी का अंतिम दिन नहीं है। ദൈവം പുത്രനും കൂടെ തന്റെ ഹിതം വെളിപ്പെടുത്താൻ വെച്ചിരുന്ന അപ്പോയിന്റഡ് ടൈം എന്നാണ് അതിന്റെ അർത്ഥം. इसका मतलब ये है कि यीशु मसीह के द्वारा परमेश्वर प्रकट किया हुआ उस समय, उस दर्शन के समय അത് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള അതിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുവാനിടയാവും. उसकी गहराई में पवित्र आत्मा में ले जाए। യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിന് ഒറ്റ ഒരു പ്രസംഗ പോയിന്റ് മാത്രമേ ഉണ്ടായിരുന്നു. जब यीशु मसीह इस पृथ्वी में आए तो उनको एक ही बात का प्रचार करने। അപ്പോൾ സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും യേശുക്രിസ്തു പ്രസംഗിച്ചത് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ കാര്യത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. हम देखते हैं सुसमाचार में यीशु मसीह ने एक ही बात को प्रचार किया। വിശ്വാസത്തെക്കുറിച്ചൊന്നും അധികം വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല, विश्वास के बारे में नहीं समझाया, പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല, प्रार्थना के बारे में नहीं प्रचार അല്ലെങ്കിൽ किया, എന്താ പറയുന്ന വിശുദ്ധിയെ കുറിച്ച് കർത്താവ് പ്രസംഗിച്ചിട്ടില്ല. बहुत अच्छा पवित्रता के बारे में नहीं പക്ഷെ प्रचार കർത്താവ് किया। പ്രസംഗിച്ച ഒറ്റ കാര്യമുള്ളൂ, ദൈവരാജ്യം. लेकिन परमेश्वर ने एक ही बात को प्रचार അത് किया। അനേക ഉപമകളായിട്ട് പലർക്കും മനസ്സിലാകത്തക്ക നിലകളിൽ യേശുക്രിസ്തു പ്രസംഗിക്കാനിടയായി. वो उन्होंने बहुत दृष्टांतों के द्वारा लोगों को समझाया। മുക്കുവന്മാരുടെ ഇടയിൽ യേശുക്രിസ്തു ചെന്നപ്പോൾ, അല്ലെങ്കിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന, കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഇടയിൽ കർത്താവ് ചെന്നപ്പോൾ സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞു. जब मछुआरों के बीच में उन्होंने प्रचार यीशु मसीह के राज्य के बारे में, परमेश्वर के राज्य में समझाया तो उन्होंने ऐसे बताया। അവിടെ കടിച്ചാ പൊട്ടാത്ത തിയോളജി ഒന്നും യേശു പറഞ്ഞില്ല. वहाँ पे जो ना समझने वाली बात उन्होंने नहीं യേശുവിന്റെ बोला। പ്രസംഗം വളരെ സിമ്പിൾ ആയിരുന്നു. यीशु मसीह का जो प्रचार बहुत आसान था। യേശു എവിടെ ചെല്ലുന്നു അവിടെയുള്ള ജനങ്ങളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഉപമകളിൽ കൂടെ കർത്താവ് ദൈവരാജ്യം പ്രസന്റ് ചെയ്തു. यीशु मसीह लोगों के उस रहने की परिस्थिति के अनुसार उन्होंने उनको समझाया। അവിടെ മുക്കുവന്മാരുടെ ഇടത്ത് അല്ലെങ്കിൽ കടലുമായി സമുദ്രവുമായി ബന്ധപ്പെട്ട ഇടത്ത് കർത്താവ് ചെന്നപ്പോൾ സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞു. जहाँ पे उन्होंने मछुआरे के बीच में किया तो उन्होंने वहाँ पे भी परमेश्वर के राज्य के बारे में എന്താണ് बताया। സ്വർഗരാജ്യം? क्या है परमेश्वर का राज्य? സ്വർഗരാജ്യം കടലിൽ വീശപ്പെടുന്ന ഒരു വലയ്ക്ക് തുല്യമാണ്. परमेश्वर का राज्य उस जाल के समान है जो समुद्र में फैला വല है। വലിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചീത്തയും നല്ലതുമായ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കടൽ ജീവികൾ ഉണ്ടായിരുന്നു. जब झाल को बाहर लेके आया तो उसके अंदर खराब और अच्छे मछली थे। ആ മുക്കുവൻ എന്ത് ചെയ്തു? ആ എടുത്ത വലയിൽ നിന്നും നല്ലതെല്ലാം തിരഞ്ഞെടുത്തു, ബാക്കി ചീത്തയെല്ലാം വെളിയിൽ കളഞ്ഞു. वो जो मछुआरा है उन्होंने क्या किया है, उस जाल से जो अच्छे को एक जगह कर दिया, खराब को फेंक दिया। ഇതാണ് സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ അന്ത്യസമയത്ത് സംഭവിക്കാൻ പോകുന്നത്. ये अंतिम दिन में परमेश्वर के राज्य में होगा करके उनको समझाया। ദൈവത്തിന്റെ വെളിപ്പാട് ആ ഏദനിൽ നഷ്ടപ്പെട്ടു പോയ സകല സൗഭാഗ്യങ്ങളും മനുഷ്യന് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. परमेश्वर का इच्छा ये है कि मतलब जो एदन वाटिका में इंसान का खोया हुआ सारे आशीषों को वापस दे। അതിനാണ് സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും ഒക്കെയും കർത്താവ് പറഞ്ഞ ഉപമകളിൽ കൂടെ പറയുന്നത്. അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷമെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ സന്തോഷമെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും.
वो है स्वर्ग राज्य के बारे में की खुशी, परमेश्वर का उस राज्य की खुशी के बारे में। സങ്കീർത്തനക്കാരനെ ദാവീദും അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. इसलिए भजन संहिता में हम देखते हैं दाऊद भी कहता है तुम्हारी जो विलाप जो है दुख खुशी में बदल जाए. അതാ ദൈവരാജ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നാം ചെല്ലുമ്പോൾ ഉണ്ടാകുന്നതായ കാര്യത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. वहाँ में उस आनंद राज्य में परमेश्वर के राज्य में पहुंचने के बाद की बात है. അപ്പൊ യേശുക്രിസ്തു എവിടെയെല്ലാം ചെന്നോ അവിടെയെല്ലാം യേശുക്രിസ്തു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. അവ മനുഷ്യന് മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവരാജ്യമായിരുന്നു യേശുക്രിസ്തുവിന്റെ പോയിന്റ്. जहाँ जहाँ यीशु मसीह चले गए थे वहाँ पे उन्होंने ये बताया कि स्वर्ग के राज्य परमेश्वर के राज्य के बारे में. കൃഷിക്കാരുടെ ഇടയിൽ ദൈവം ചെന്നു. वो किसानों के बीच में भी അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വിതയ്ക്കുന്ന വിധയുടെ ഉപമ പറഞ്ഞു. वहाँ में जैसे किसानों को समझाने के लिए उन्होंने खेती बाड़ी के बारे में बीज बोने का दृष्टांत बताया. വിത വിതച്ചു, അത് പല സ്ഥലങ്ങളിൽ വീണു, നല്ല സ്ഥലത്ത് വീണു, എല്ലാം നല്ല ഫലം കായ്ച്ചു. बीज बोया वो अच्छे जमीन में गिरा, जो अच्छे जमीन में गिरा हुआ सामान जो बीज जो है अच्छा फल दिया. നല്ല വിത വിതച്ചതെല്ലാം സ്വർഗരാജ്യത്തിൽ ചെല്ലുന്ന നല്ല ആത്മാക്കളെ കുറിച്ച് പറയുന്നു. जो अच्छे जमीन में गिरा हुआ सारे बीज जो है जो वो फल जो है स्वर्ग राज्य में पहुंचने वाला. ദൈവത്തിന്റെ വചനം ഗ്രഹിക്കാതെ പോകുന്നവരെ, മനസ്സിലാക്കാൻ കഴിവില്ലാത്തവര്, ലോകപരമായ ഇൻപങ്ങളിൽ മുഴുകി പോകുന്നവര്, ദൈവത്തെ എന്താ പറയുന്നത് അസാൾട്ടായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ ഉത്സാഹമില്ലാതവണ്ണം സ്നേഹിക്കുന്നവരൊക്കെയും നരകത്തിൽ പോകും. जो परमेश्वर को अच्छी रीति से सही ढंग से आराधना नहीं करने वाले सब नरक में जाएगा करके बताया. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ദൈവരാജ്യത്തെ പൂർണ്ണമായും പ്രസന്റ് ചെയ്തു. तो यीशु मसीह ने परमेश्वर के राज्य को हमारे सामने प्रकट किया. ദൈവത്തിന്റെ ഉദ്ദേശം പ്രവാചകന്മാരിൽ കൂടെ ഇതായിരുന്നു. परमेश्वर की इच्छा अभी भविष्यवक्ताओं के द्वारा ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്ന ഏറ്റവും അവസാനത്തെ സന്തോഷത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. परमेश्वर का रखा हुआ उस अनंत राज्य की खुशी में ले जाना परमेश्वर चाहता है. അതിനെയാണ് ഭാഗമായിട്ട് ദൈവം മനുഷ്യന് മനസ്സിലാക്കി കൊടുത്തത്. वही है परमेश्वर थोड़ा थोड़ा करके भविष्यवक्ता द्वारा में समझाए. എന്നാൽ പൂർണ്ണമായ അനുസരണം മനുഷ്യനിൽ ഉണ്ടാകാതിരുന്നത് കൊണ്ട് അതിന്റെ പൂർണ്ണത വെളിപ്പെടുവാൻ കഴിഞ്ഞില്ല. लेकिन इंसान ने उसको पूरी तरह नहीं समझ पाया, उसका आदर नहीं किया, इसलिए वो पूरी तरह हमारे ऊपर प्रकट नहीं हुआ. ദൈവരാജ്യത്തിൽ എങ്ങനെയാണോ ഒരു വ്യക്തി ആയിരിക്കുന്നത് അതേ അധികാരത്തോടുകൂടെയും അതേ അഭിഷേകത്തോടുകൂടെയും ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കുവാൻ കഴിയുമെന്ന് യേശു തെളിയിച്ചു. यीशु मसीह ने हमें ये दिखाया है कि स्वर्ग राज्य में एक व्यक्ति कैसे एक सफल जीवन जी सकता है और खुशी का जीवन जी सकता है. इस पृथ्वी के अंदर भी अगर हम परमेश्वर की उस बातों को मानेंगे तो हम इस में भी हम जी सकते हैं. അത് യേശുക്രിസ്തുവിന്റെ ദൈവീകത്വമല്ലായിരുന്നു, അവിടെ യേശുക്രിസ്തുവിന്റെ അനുസരണത്തിൽ കൂടെ അദ്ദേഹം പ്രാപിച്ചെടുത്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായിരുന്നു കാരണം. वो उसका मतलब ये है कि वो यीशु मसीह का जो परमेश्वरियत नहीं है, वो इंसानियत इस पृथ्वी के अंदर परमेश्वर के उस पवित्र आत्मा को उन्होंने माना, वो इसलिए वो एक जीत भरा जीवन जिया. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നത്. ജനനം, സ്നാനം, അദ്ദേഹത്തിന്റെ ജീവിതം, ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രസംഗം. इसलिए हम यीशु मसीह के बारे में हम सीख के आ रहे हैं कि यीशु मसीह के जीवन में क्या हुआ है करके, उनका जन्म और उनका बपतिस्मा, उनके आगे सेवकाई और उनके अभी जो होने वाले सारी जो बातें आगे की जो उनकी जिंदगी को हम इसलिए पढ़ रहे हैं. ഇനി നമ്മൾ പ്രത്യേകമായ ഒരു കാര്യം കൂടെ പറയാം. യേശുക്രിസ്തുവിന്റെ പ്രസംഗം പരിശുദ്ധാത്മാവിലായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കോട്ട് ചെയ്യാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ എടുത്ത് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. यीशु मसीह का वो जो प्रचार जो है पवित्र आत्मा से भरा हुआ है करके था, उसके लिए एक दो वचन അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും രണ്ട് ഭാഗങ്ങളിലായിട്ട് അത് വ്യത്യസ്ത നിലകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. नए नियम में और पुराने नियम में अलग अलग जगहों में लिखा हुआ है. അതില് നമുക്ക് ആദ്യം പുതിയ നിയമത്തിൽ ഒരു ഭാഗം വായിച്ചതിന് ശേഷം പഴയ നിയമത്തിലേക്ക് കടന്നു വരാം. पहले उसके लिए एक नए नियम से एक भाग को पढ़ेंगे. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം लूक समाचार उसका 4वां अध्याय അതിന്റെ 16-ാമത്തെ വാക്യം മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോവുകയാണ്. उसका 16 से लेके हम नीचे पढ़ेंगे. 16 മുതൽ ഇങ്ങനെ വായിക്കുന്നു. അവൻ വളർന്ന നസറത്തിൽ വന്നു, ശബ്ബത്തിൽ താൻ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ തിരികെ കൊടുത്തിട്ട് ഇരുന്നു.
പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവനിലേക്ക് പതിഞ്ഞു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കിയാൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും അവനെ പൂഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. ഹിന്ദിയിൽ അത് വായിക്കും. 16 से लूक समाचार उसका 4 और 16 से पढ़ रहे हैं। और वो नसरत में आया जहाँ पाला पोसा गया था। वो अपनी रीति के अनुसार शब्द के दिन आराधनालय में जाकर पढ़ने के लिए खड़ा हुआ। यशायाह भविष्यवक्ता की पुस्तक उसे दी गई और उसने पुस्तक खोलकर वो जगह निकाली जहाँ ये लिखा था कि प्रभु का आत्मा मुझ पर है, इसलिए कि उसने कंगालों को सुसमाचार सुनाने के लिए मेरा अभिषेक किया है और मुझे इसलिए भेजा है कि बंधुओं को छुटकारे का और अंधों को दृष्टि पाने का सुसमाचार प्रचार करो और कुचले हुओं को छुड़ाओ और प्रभु के प्रसन्न रहने के वर्ष का प्रचार करो। तब उसने पुस्तक बंद करके सेवक के हाथ में दे दी और बैठ गया और आराधनालय के सब लोगों की आंख उस पर लगी थी। तब वो उनसे कहने लगा कि आज ही ये लेख तुम्हारे सामने पूरा हुआ है। और सब ने उससे सराहा और जो अनुग्रह की बातें उसके मुख से निकलती थी उनसे अचंभा किया और कहने लगे, क्या ये यूसुफ का पुत्र नहीं? നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ 14ാമത്തെ വാക്യം അത് വായിച്ചാൽ അതിന്റെ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. इसका 14वां आयत से पढ़ेंगे तो आपको थोड़ा समझ में യേശു आएगा। ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. यीशु आत्मा की सामर्थ से भरा हुआ നമ്മൾ നേരത്തെ കണ്ട ഭാഗമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ആത്മാവിന്റെ ശക്തി പ്രാപിക്കുകയും ചെയ്തതിനു ശേഷം പിശാചിനാൽ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു. അതിനുശേഷമുള്ള യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ കണ്ടിന്യൂറ്റിയെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. हम देखते हैं कि यीशु मसीह जो अपने 40 दिन के उपवास के बाद शैतान से परखने के लिए पवित्र आत्मा उन्होंने वहाँ रेगिस्तान में ले गया करके हम देखते हैं। उसके बाद की भाग को പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞതിനു ശേഷമാണ് യേശു പ്രസംഗിക്കാൻ തുടങ്ങിയത്. पवित्र आत्मा से भरने के बाद यीशु मसीह प्रचार शुरू किया। അപ്പൊ യേശുക്രിസ്തുവിന്റെ വാക്കുകളൊന്നും സ്വയമായിട്ടുള്ള വാക്കുകളല്ലായിരുന്നു, പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർ ആയിരുന്ന വാക്കുകൾ. यीशु मसीह के जो मुंह से निकला वो हर एक बात जो अपने मन का नहीं था, अपने इच्छा का नहीं था, पवित्र आत्मा से भरा हुआ था। അതുകൊണ്ട് വചനം എന്താണ് പറയുന്നത്? 15ാമത്തെ വാക്യം, അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. इसलिए वहाँ लिखा है कि वो आराधनालय में उपदेश करता रहा और सब उनकी बड़ाई करते रहे। 22ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, എല്ലാവരും അവനെ പുകഴ്ത്തി, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. और सबने उसे सराहा और जो अनुग्रह की बातें उनके मुंह से निकली थी। ഹല്ലേലൂയ. हालेलुया। അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർ ആയ വാക്കുകൾ സംസാരിച്ചാൽ മാത്രമേ അത് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ആഴമായി പതിയുള്ളൂ. आपको ये समझ में आ रहा होगा कि पवित्र आत्मा की तरफ परमेश्वर की उस पवित्र आत्मा से भरा हुआ बातें बोलेंगे तो आप दूसरों को दिल में वो लगेगा। മനുഷ്യന്റെ ഉള്ളിൽ രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള വാക്കുകൾ പുറപ്പെട്ടു വരണം. अगर एक इंसान के अंदर रूपांतर आना है तो परमेश्वर की वो सामर्थ भरा हुआ बातें उनके दिल में पड़ना है। ഹല്ലേലൂയ. മനുഷ്യന്റെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ശക്തിയുള്ള വചനം പ്രസംഗിക്കണം. अगर एक इंसान के अंदर मन फिरावट आना है तो परमेश्वर की उस सामर्थ भरा हुआ वचन डालना है। ഹല്ലേലൂയ. ഞാൻ ആരെയും കുറ്റം പറയുകയില്ല. ഇന്നുള്ള അധികം പ്രഭാഷകന്മാരും വചനങ്ങൾ പരിശുദ്ധാത്മാവിൽ ഇൻസ്പയർ ആയതല്ല. आजकल के जो ज्यादातर सेवकाई करने वालों का जो वचन जो है पवित्र आत्मा के उस अभिषेक से भरा हुआ नहीं है। കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൈതട്ടി സന്തോഷിച്ച് തലകുലുക്കി പോകുകയല്ലാതെ അവരുടെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകാറില്ല. हर कोई ऐसे करते हैं, ताली बजा के गाना गा के सिर हिला के चलते हैं, लेकिन उनके अंदर कोई मन फिरावट नहीं आता। എവിടെയാണോ മനുഷ്യന് തന്റെ പാപത്തെക്കുറിച്ചുള്ള ബോധം വരുമെന്നോ അവിടെയാണ് പ്രഭാഷകനിൽ കൂടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. एक इंसान के अंदर एक मन फिरावट आता है पाप के बारे में, उसके अंदर एक बात मन फिरावट आता है, तभी उस प्रचार करने वाले व्यक्ति के ऊपर अभिषेक करके हम समझते हैं। അല്ലെങ്കിൽ എവിടെയോ വായിച്ച കഥകളും ഏതോ പൗലോസ് പറയുന്ന പോലെ കർണപുടമായിരിക്കുന്ന അല്ലെങ്കിൽ ചെവിക്ക് ഇമ്പമായിരിക്കുന്ന കിഴവിക്കഥകളൊക്കെയും പറഞ്ഞ് മണിക്കൂറുകൾ സമയം ചെലവഴിച്ച് പ്രസംഗികരെല്ലാം കടന്നു. नहीं तो वो जो प्रचार करने वाला जो पुरानी बातें जो है हमें कहानियां सुना के या कान को खुशी देने वाले, मन को खुशी देने वाले बातें बोल के जा सकते। കുറച്ച് ചിരിച്ച് കുറച്ച് തമാശ പറഞ്ഞ് നല്ല പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞ് പ്രഭാഷകനെ ഉയർത്തി പറഞ്ഞ ആളുകൾ കടന്നുപോകും. लोग भी ऐसे करेंगे हाँ कि वो प्रचार करने वाले ने बहुत अच्छा प्रचार किया करके उनको ऊंचा उठा के, പക്ഷെ അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരത്തില്ല. लेकिन उनके जीवन के
फिरावट या बदलाव ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് അത് അല്ലെ ഹൃദയങ്ങളിലേക്കും ആഴങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതാണ്. परमेश्वर के वचन में बारे में कहते हैं कि वो दिल की गहराई में और उसके गुप्त जगहों में जाते हैं करके സന്ധിവഞ്ചകളെ വേർതിരിക്കുന്ന ഇരുവായ്ത്തലയുള്ള വചനമാണ് ദൈവത്തിന്റെ വചനം. വാളാണ് ദൈവത്തിന്റെ വചനം. वो पूरे शरीर को पार करने वाला और दोधारी तलवार है करके हम समझते हैं. അതിന്റെ അർത്ഥം എപ്പോഴെല്ലാം ദൈവത്തിന്റെ വചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴോ അപ്പോഴെല്ലാം നമ്മളിലുള്ള കുറവ് നമ്മൾ മനസ്സിലാക്കാനിടയാവും. जब जब हम परमेश्वर के वचन को पढ़ेंगे तो हमारे अंदर की कमी कटी में समझ में आएगी. അതാണ് പരിശുദ്ധാത്മാവിൽ കൂടെ ഉള്ള ദൈവിക വചനത്തിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. वो है पवित्र आत्मा से भरते हुए एक प्रचार करने का मतलब. അല്ലെങ്കിൽ സീസണബിൾ പ്രസംഗങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് മുഴുവൻ സീസൺ അനുസരിച്ച്. नहीं तो जो मौके के हिसाब का जो प्रचारक है जो आजकल चल रहा है. ജനങ്ങൾക്കും അത് ആവശ്യം. അവരെ എക്സൈറ്റ് ചെയ്യുന്നതായ രീതിയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. लोग भी वही चाहते हैं कि उनको थोड़ा उठाने वाले बातें उनको बोले तो वो खुश हो जाते हैं. എക്സൈറ്റ്മെന്റ് മാനസാന്തരത്തെ കൊണ്ടുവരുന്നില്ല. മാനസാന്തരപ്പെടാതെ സ്വർഗത്തിൽ പോകത്തില്ല. जो जिनके अंदर मन फिरावट नहीं आएगा वो परमेश्वर के राज्य में नहीं जाएगा. ദൈവത്തിന്റെ വചനം ആഴമായി മനുഷ്യന്റെ ഹൃദയത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവന്റെ ജീവിതത്തിലുള്ളതായ പാപങ്ങൾ വെളിപ്പെടാനിടയാവും. जो परमेश्वर की वचन एक इंसान के दिल के अंदर गहराई में जाएगा तो उसके अंदर पाप के बारे में एक मन फिरावट आएगा. ദൈവത്തിന്റെ വചനം ശക്തമായി പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ ദൈവിക വിശുദ്ധി വെളിപ്പെടുവാനിടയാവും. जब परमेश्वर के वचन को उस पवित्रता के द्वारा बताए जाएंगे तो वहाँ पे पवित्रता प्रकट होगा. ദൈവിക വിശുദ്ധി വെളിപ്പെടുന്ന ഇടങ്ങളിൽ മനുഷ്യന്റെ അശുദ്ധി വെളിപ്പെടുവാനിടയാവും. परमेश्वर की पवित्रता जहाँ प्रकट होगा वहाँ पे इंसान की उस कमी घटी नजर आ जाएगा. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ വചനം ഒരു കണ്ണാടിയാണെന്ന്. परमेश्वर के वचन में बारे में बताया तो वो एक आईना है. അപ്പൊ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്ന മനുഷ്യന് അവന്റെ കുറവുകൾ, അവന്റെ ബലഹീനത അല്ലെങ്കിൽ അവന്റെ വിരൂപമായ രൂപം കാണുവാൻ കഴിയും. एक आईना के सामने खड़े होने वाले व्यक्ति को वो अपने शरीर की कमी घटी को साफ पता चल जाता है. ആ രൂപത്തെ കണ്ട് അതിൽ ശ്രദ്ധിച്ച് അവനുള്ള കുറവുകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത്. वो इसलिए वो आईना के सामने खड़े हैं कि उसके शरीर के अंदर या उसके मुंह के अंदर कोई भी कमी घटी है जो उसको हटाने के लिए वो आईना के सामने खड़े हैं. എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തിൽ ഒരു മനുഷ്യൻ അതിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിലുള്ള കുറവുകളെ പരിശുദ്ധാത്മാവ് എടുത്തു കാണിക്കാനിടയാവും. वैसे ही एक इंसान परमेश्वर के वचन को पढ़ेंगे तो उसके मन के उसके अंदर की कमी घटी उसके सामने नजर आएगी. അവിടെ അവന് രൂപാന്തരം ഉണ്ടാകുവാനിടയാവും. वहाँ पे उसका मन के अंदर एक അവൻ बदलाव आएगा. പാപത്തെക്കുറിച്ച് മനസ്സാവുണ്ടാവും. उसको पाप के बारे में उसके अंदर एक बोध आएगा. ദൈവസേനയിൽ അവൻ അത് വീണ്ടും വീണ്ടും ഏറ്റുപറയും. परमेश्वर के संगति में वो बार बार बोलेगा. അവിടെ വെച്ച് അവൻ വിശുദ്ധനാകുവാനിടയാവും. वहाँ पे वो पवित्र हो അവനിൽ जाएगा. മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയാവും. उसके अंदर एक रूपांतर आएगा. അവൻ അങ്ങനെ അനുസരണമുള്ളവനായി തീരുമ്പോൾ वो एक आज्ञा पालन करने वाला बनेगा. അവന്റെ ജീവിതത്തിലെ വിശുദ്ധി വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ उसके जीवन की पवित्रता प्रकट हो जाएगी. വിശുദ്ധനായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവനിൽ നിറയുവാനിടയാവും. जो पवित्र आत्मा की जो सामर्थ उनके भरने लगे. എപ്പോഴും അവനിൽ വസിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതുകൊണ്ട് അവനിലുള്ള വിശുദ്ധി അനുദിനം ദൈവം അധികപ്പെടുത്തും. हमेशा पवित्र आत्मा उनके साथ रहना चाहता है इसलिए कि हर दिन उसका जो पवित्रता बढ़ता जाए. ആ വിശുദ്ധിയുള്ള മനുഷ്യനോടുകൂടി വിശുദ്ധിയുള്ള ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്ഥിരമായി വസിക്കും. उस पवित्र इंसान के साथ या उसके दिल के अंदर परमेश्वर सदावास करेगा. അവൻ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ദൈവത്തിന്റെ ഹിതം നിറവേറുവാനിടയാവും. वहाँ वो जहाँ जहाँ जाता है वहाँ परमेश्वर की इच्छा प्रकट हो जाएगी. യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. यीशु मसीह के जीवन में क्या हुआ? നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. हम सुसमाचार में पढ़ते हैं യേശുവിന്റെ അടുക്കൽ വന്ന് ഒറ്റ രോഗിയും സൗഖ്യമാകാതെ പോയിട്ടില്ല. यीशु मसीह के पास आया हुआ हर एक जो बीमार लोग है चंग गए होंगे. ഒറ്റ ഒരു വ്യാധിക്കാരനും ഗുണമാകാതെ പോയിട്ടില്ല. कोई भी ऐसा जो बीमार लोग नहीं है कि नहीं चंगा हुआ हो. യേശുവിനെ പറ്റി വചനം പറയുന്ന അവൻ എല്ലാം നന്നായി ചെയ്തു. यीशु मसीह के बारे में बताते हैं वो सब चीजें अच्छा किया. അത് യേശുവിന് മാത്രമല്ല, യേശുവിന്റെ മക്കളായിരിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരിലും വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. वो उनके चेला बने हुए हम हर कोई जो कर सकते हैं. യേശുവിന്റെ ആബ്സെന്റിൽ നമ്മൾ അത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. यीशु मसीह के उस उनके एब्सेंट से हम वो करना चाहिए. ആബ്സെന്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് യേശു ക്രിസ്തുവിന്റെ ശാരീരികപരമായിരിക്കുന്ന ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന അവസ്ഥ. परमेश्वर की इस पृथ्वी के अंदर जो शारीरिक जो प्रेजेंस है वो नहीं है. उस अवस्था को मैं ആത്മീയമായ യേശു ക്രിസ്തുവിന്റെ പ്രസൻസ് നമ്മുടെ ഇടയിലുണ്ട്. आत्मिक तरीके से वो हमारे പക്ഷേ साथ है ശാരീരികപരമായിട്ട് യേശു ക്രിസ്തുവിന്റെ പ്രസൻസ് നമ്മുടെ ഇടയിലില്ല. लेकिन शारीरिक तरह से वो हमारे साथ नहीं है. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ और आपको वो समझ में आना ഒരു होगा. കുടുംബത്തിന്റെ സാദൃശ്യം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. एक परिवार के बारे में बता के मैं ഒരു आपको ഭവനത്തിന്റെ ഏറ്റവും വലിയ അധികാരി എന്ന് പറയുന്നത് ഭർത്താവാണ്.
एक परिवार के घर के जो सबसे बड़ा जो है वो उनके पति है। ഭർത്താവ് തലയായിരിക്കുന്ന ഭവനം മാത്രമേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. एक पति जहाँ पे सिर है वो परिवार आशीष पाएगा। ഭർത്താവ് ഭരണം നടത്തേണ്ടടുത്ത് ഭർത്താവ് ഭരണം നടത്തിയാൽ മാത്രമേ ആ ഭവനം ശരിക്കും നടക്കത്തുള്ളൂ. जहाँ पे पति शासन करना है वहाँ पे शासन और कोई करेगा तो वहाँ पे अच्छा नहीं होगा। ഭർത്താവിന്റെ ആബ്സെൻസിൽ ഭാര്യയ്ക്ക് അധികാരം ഓട്ടോമാറ്റിക്കായിട്ട് കൈമാറപ്പെടും. जैसे पति उस घर में नहीं है तो उनकी जगह पे पत्नी जो है कार्य कर सकते हैं। അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ഭാര്യയ്ക്കും ചെയ്യുവാൻ കഴിയും. जो पति उस घर में जो करते थे या शासन करते थे वैसे वो पत्नी भी कर सकते हैं। അതെപ്പോഴാണ്? ഭർത്താവ് ഉള്ളപ്പോഴല്ല, ഭർത്താവ് ഇല്ലാത്ത സമയത്ത്. वो कब है? जहाँ पे पति वहाँ पे घर पे എന്ന് പറഞ്ഞതുപോലെ തന്നെ ആത്മീയ ഭർത്താവായിരിക്കുന്ന ആത്മീയ മണവാളനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആബ്സെൻസിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്ന സമയത്ത് എന്തെല്ലാം ചെയ്തോ അതെല്ലാം ചെയ്യുവാനുള്ള അധികാരം യേശു ആത്മമണവാളനായിരിക്കുന്ന യേശുക്രിസ്തു തന്റെ മണവാട്ടിയായിരിക്കുന്ന സഭയ്ക്ക് തന്നിട്ടുണ്ട്. जैसे यीशु मसीह जो हमारा पति जो है हमारा सिर है वो जो इस पृथ्वी में करते जा रहे थे जो अधिकार से उन्होंने कार्य किया वो सारे अधिकार वो अभी हमारे साथ नहीं है तो वो अधिकार हमें दिया हुआ है कि हम उनके कलीसिया को दिया हुआ है हम कर सकते हैं। സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കുന്ന യേശു തന്റെ സഭയോടാ പറഞ്ഞു. परमेश्वर यीशु मसीह ने कलीसिया को ऐसे बताया कि पूरे अधिकार मेरे ऊपर दिया हुआ है, वो पूरे दुनिया के अंत तक मैं तुम्हारे साथ रहूंगा। അപ്പൊ അതുകൊണ്ട് ആ അധികാരം നമ്മൾ ഉപയോഗിക്കണമെന്നൊരിക്കൽ തലയായിരിക്കുന്ന ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കണം. इसलिए वो अधिकार हमें अगर यूज करना उपयोग करना है तो उस यीशु मसीह के अधीन में रहना है। യേശു ക്രിസ്തുവിൽ അനുസരണമുള്ളവരായിരിക്കണം. यीशु मसीह में हमें एक बात मानने वाला യേശുവിന്റെ ആത്മാവിനെ അനുസരിക്കുന്നവരായിരിക്കണം. यीशु मसीह की आत्मा को आदर करने वाला होना चाहिए। യേശു പിതാവായ ദൈവത്തെ അനുസരിച്ചതുപോലെ നാമും പിതാവായ ദൈവത്തെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാൻ തയ്യാറാകണം. यीशु मसीह जैसे पिता परमेश्वर की आदर किया है पवित्र आत्मा के आदर किया वैसे हमें भी करना है। അപ്പോൾ മാത്രമേ യേശു ക്രിസ്തു ചെയ്ത സകല ശുശ്രൂഷകൾ നമുക്ക് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. तभी यीशु मसीह ने जो कार्य किया वो हम भी कर सकते हैं। യേശു വേറൊരു വാക്യം കൂടെ നമ്മളോട് പറഞ്ഞു. यीशु मसीह ने യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ വാക്യത്തില് 14-ാം അധ്യായത്തില് यीशु मसीह ने एक और बात हमें बताया यूहन्ना के सुसमाचार 14वां अध्याय ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, मैं जा रहा हूँ तुम्हारे लिए अच्छा है। ഞാൻ പോകുന്നത് കൊണ്ട് मैं जा रहा हूँ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാൻ जो കഴിയും. मेरे ऊपर विश्वास करने वाला मेरे से बढ़कर कार्य करेगा। അത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് മാത്രമല്ല കർത്താവ് പിന്നെ ഒരു ഭാഗം എടുത്തു പറയുവാനിടയായി. मैं करने वाला मैं जो किया हुआ वो कार्य नहीं എന്നിലും വലിയവ ചെയ്യുവാനിടയാവും. मेरे से बढ़कर वो करेगा। യേശു അങ്ങനെ പറഞ്ഞത്. यीशु ने ऐसे बोला। അപ്പൊ യേശു ചെയ്തതുപോലെയല്ല, യേശു ചെയ്തതിനേക്കാളും വലിയവ ചെയ്യുവാനുള്ള അധികാരവും അഭിഷേകവും ഇപ്പോഴും ഭൂമിയിൽ കിടക്കുകയാണ്. यीशु मसीह ने जो कार्य किया वो और उसके साथ साथ उससे बढ़कर कार्य करने के लिए वो अधिकार परमेश्वर അത് ने दिया। പൂർണ്ണമായ അനുസരണമുള്ള ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ദൈവ പൈതലിന് ദൈവം തരാൻ ആഗ്രഹിക്കുക. वो पूरी तरह जो उनका कहना मानने वाला उस कलीसिया को या उनके बच्चों को परमेश्वर देना चाहते हैं। ദൈവസഭയ്ക്കാണ് ദൈവം അധികാരം തന്നിരിക്കുന്നത്. परमेश्वर की उस कलीसिया को परमेश्वर ने अधिकार दिया। അപ്പൊ യേശുവിന്റെ മേൽ യേശു ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നതെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രണത്തിലായാണ്. यीशु मसीह ने जो भी प्रचार किया जो भी सेवकाई किया वो सारे पवित्र आत्मा के द्वारा ही। നമ്മൾ ഈ വായിച്ച ഭാഗം തന്നെ പഴയ നിയമത്തിലുള്ളതായിരിക്കുന്ന കോട്ടിങ് എടുത്താണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഭാഗത്തിലേക്കൂടെ നമ്മൾ വരാൻ പോവുകയാണ്. ये अभी जो पढ़ा था वो बात जो है पुराने नियम से लिया गया है। യേശു ക്രിസ്തു വായിച്ചതും പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നതുമായിട്ട് ചെറിയൊരു വ്യത്യാസം അവിടെ ഉണ്ട്. അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇന്ന് പകൽക്കാലം നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കും. यीशु मसीह ने जो बताया हुआ बात और हल्का सा फर्क वहाँ पे उसको पढ़ के हम आगे बढ़े। അതിന്റെ 61-ാമത്തെ വാക്യം യെശയ്യാ പ്രവാചകൻ 61-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോവുകയാണ്. यशायाह की किताब उसका 61वां अध्याय पहले से लेकर पढ़ें। എളിയവരോട് ശബ്ദിപ്പാനും ഘോഷിപ്പാനും യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. प्रभु यहोवा का आत्मा मुझ पर है क्योंकि यहोवा ने सुसमाचार सुनाने के लिए मेरा अभिषेक किया है। ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും जो खेदित मन के लोगों को शांति दो, कि बंधुओं को लिए स्वतंत्रता का और कैदियों के लिए छुटकारे का प्रचार करो। യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷ്ണു മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. यहोवा के प्रसन्न रहने का वर्ष का और हमारे परमेश्वर के पलटा लेने के दिन का प्रचार करूं कि सब विलाप करने वालों को शांति दूं और सियोन के विलाप करने वालों के सिर पर की राख दूर करके सुंदर पगड़ी बांध दूं
ഹല്ലേലൂയ. आमीन। അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടാം ഭാഗത്തിലേക്ക് വായിച്ച ഭാഗം वहाँ दूसरा वचन तो एक बार और हम देखेंगे। അവിടെ എഴുതിയിരിക്കുന്ന യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും यहोवा के प्रसन्न रहने का वर्ष का और हमारे परमेश्वर के पलटा लेने के दिन का प्रचार करने के लिए। എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ആ ഭാഗം വായിച്ച് അവസാനിപ്പിക്കുന്നത് അങ്ങനെ അല്ല. लेकिन लूक रचित समाचार में ऐसे नहीं पढ़ते हैं। ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ വായിച്ച് കാണിക്കാം. 18-19 വാക്യങ്ങളാണ് വായിക്കുന്നത്. അത് യെശയ്യാ പ്രവചനത്തിന്റെ 61-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. സെയിം ആണ്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസം മാത്രം യേശു ക്രിസ്തു വായിച്ചപ്പോൾ താൻ അവിടെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. वहाँ पे थोड़ा सा फर्क है, जो यीशु मसीह ने किया तो क्या फर्क है, बदलावट है, क्या हम देखेंगे। അവിടെ 19-ാമത്തെ വാക്യം മാത്രം ഞാൻ നിങ്ങൾക്ക് വായിക്കാം. 19 आयत में पढ़ के बता रहा हूँ। 18-ന്റെ അവസാനത്തെ ഭാഗം കുരുടന്മാർക്ക് കാഴ്ച പ്രസ്താവിക്കുവാനും പീഡിതന്മാരെ വിട്ടയച്ചിക്കുവാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും मुझे इसलिए भेजा है कि बंधुओं को छुटकारेगा और अंधों को दृष्टि पाने का सुसमाचार प्रचार करने के लिए, कुछ लोगों को छुड़ाने के लिए। യെശയ്യാവിൽ എഴുതിയിരിക്കുന്നത് യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും. രണ്ട് കാര്യം അവിടെ പറയുന്നു. वहाँ पे 2 बातें बताता है। പക്ഷെ യേശു പ്രതികാര ദിവസത്തെ കുറിച്ച് താൻ വായിച്ചില്ല. यशायाह की किताब में हम देखते हैं कि परमेश्वर को पलटा लेने का दिन करके, लेकिन यहाँ पे यीशु मसीह यहाँ पे वो नहीं पढ़ा। യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രസാദ വർഷത്തെ പ്ലീസ്ഡ് ഇയേഴ്സിനെ പറ്റി മാത്രമേ വായിച്ചുള്ളൂ. यहाँ पे यीशु मसीह खाली परमेश्वर का प्रसन्न दिन के बारे में बताया। ദൈവത്തിന്റെ കോപം വരുന്ന ദിവസത്തെ കുറിച്ചും ദൈവത്തിന്റെ പ്രസാദമുള്ള 2 ദിവസത്തെ കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നത്. परमेश्वर का गुस्सा आने वाला दिन और उनका प्रसन्न होने वाला दिन के बारे में എന്നാൽ बताया। യേശു ക്രിസ്തു വായിച്ചപ്പോൾ യേശു ക്രിസ്തു പ്രസാദ വർഷത്തെ കുറിച്ച് മാത്രമേ വായിച്ചുള്ളൂ. യേശു ക്രിസ്തു പ്രതികാര ദിവസത്തെ വിട്ടുകളഞ്ഞു. लेकिन यीशु मसीह जब अपने वचन को, जो परमेश्वर के वचन को पढ़ रहे थे, तो परमेश्वर के प्रसन्न वर्षों के बारे में बताया, पलटा लेने वाले दिन के बारे में नहीं बताया। അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ആദ്യ വരവെങ്കിൽ ന്യായവിധിക്ക് വേണ്ടിയുള്ള വരവല്ലായിരുന്നു യേശുവിന്റെ. इसलिए इन्होंने नहीं पढ़ा है कि यीशु मसीह का पहला आगमन जो है वो അത് ന്യായവിധിക്കുള്ള വരവല്ലായിരുന്നു. वो एक न्याय करने का अंतिम दिन के लिए नहीं था। അത് ദൈവത്തിന്റെ കൃപയുടെ സമയമായിരുന്നു. वो परमेश्वर की कृपा का वर्ष, कृपा का आगमन था। അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ നാൾ മുതൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാൾ മുതൽ നമ്മൾ പറയുന്നത് AD 1 മുതൽ 2000 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേസ് പീരീഡ് എന്ന് പറയും. इसलिए यीशु मसीह का उस आगमन का उस समय को हम बताते हैं कि परमेश्वर का उस ग्रेस पीरियड करके हम बताते हैं। നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഗ്രേസ് പീരീഡില്ല, പേരിടില്ല. अभी हम जो ग्रेस पीरियड में हैं। അതുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്താലും ദൈവത്തിന്റെ ശിക്ഷ പെട്ടെന്ന് മനുഷ്യന് കിട്ടാറുണ്ട്. इसलिए इंसान पाप कर रहे हैं, लेकिन उसका दंड उस समय उसको नहीं मिल रहा। അതുകൊണ്ട് മനുഷ്യൻ കൂടുതൽ പാപം ചെയ്യാനിടയാവും. इसलिए इंसान ज्यादा पाप करते हैं। ദൈവം ക്ഷമിക്കും തോറും മനുഷ്യൻ പാപം ചെയ്യുക. परमेश्वर क्षमा करते जाते हैं, इंसान और पाप में बढ़ते जाते हैं। റോമാലേഖനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നത് കൃപ പെരുകുന്നത് കൊണ്ട് നമ്മൾ പാപം ചെയ്യുകയോ ഒരിക്കലും അരുതെന്ന് പറയുന്നു. क्योंकि रोमियो की किताब में पढ़ते हैं कि कृपा बढ़ते जा रहे हैं, इसलिए हम पाप करते जा रहे കൃപ हैं। 2000 വർഷമായിട്ട് പെരുകിക്കൊണ്ടിരിക്കുക, വർദ്ധിച്ചുകൊണ്ടിരിക്കുക. परमेश्वर की उस कृपा जो है हमारे ऊपर बढ़ती जा रही है। 2000 വർഷത്തിൽ ഉണ്ടായിരുന്ന അക്രമങ്ങളെക്കാളും അതിക്രമങ്ങളെക്കാളും അതിന് മൊറാലിറ്റിയുടേതായ അധപ്പതനങ്ങളെക്കാളും ഒക്കെ അനേകം മടങ്ങ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. जो 2000 साल में के अंदर जो इतने पाप जो हो रहा था, उससे बढ़कर जो आजकल जो गलत काम ज्यादा होते जा रहा है। എന്നാൽ ദൈവത്തിന്റെ കൃപായുഗമായതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സമയമായതുകൊണ്ട് ദൈവം എല്ലാം ക്ഷമയോടെ കാത്തിരിക്കുക. लेकिन यीशु मसीह का उस कृपा के समय है, जो ग्रेस पीरियड जो हमारा चल रहा है, इसलिए परमेश्वर हमें सारी बातों को क्षमा ഇവിടെ करता है। പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അഭിഷക്തന്മാരുടെ ആവശ്യം ദൈവത്തിനുണ്ട്. यहाँ पे जो पवित्र आत्मा से चलाए जाने वाले संतों के, उस परमेश्वर के बच्चों की जरूरत है। യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കുമെന്ന് പറഞ്ഞു. यीशु मसीह ने अपने चेलों को बोला है कि कटनी बहुत ज्यादा है, लेकिन काटने वाले बहुत कम है। അതിന്റെ അർത്ഥം ബിൽഡിംഗ് പണിത് വലിയ ചർച്ചുകൾ വെച്ചിരിക്കുന്ന പാസ്റ്റർമാരെ ആവശ്യമുണ്ടെന്നല്ല അർത്ഥം. इसका मतलब ये नहीं है कि मतलब जो पास्टर लोगों का जो चर्च बड़े बड़े बना के रखे हुए पास्टर लोगों की जरूरत है। യഥാർത്ഥ മാനസാന്തരം പ്രസംഗിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന പ്രഭാഷകന്മാര്, സുവിശേഷകന്മാര്, അപ്പോസ്തലന്മാര്, ഉപദേഷ്ടാക്കന്മാര്, അങ്ങനെയുള്ളതായിരിക്കുന്ന ദൈവമക്കളുടെ ആവശ്യമുണ്ട്. ആ വേലക്കാരുടെ ആവശ്യമുണ്ടെന്നാണ്. परमेश्वर ने ऐसे लोगों के लिए बोला है कि मतलब परमेश्वर के जो सच्चे मन परमेश्वर के वचन को
अच्छी तरह प्रचार करे और दूसरों को समझाए, ऐसा प्रेरित लोगों की जरूरत है और परमेश्वर के सिखाने वालों की जरूरत है करके परमेश्वर വയൽ വിളഞ്ഞു കിടക്കുക, ലോകം വിളഞ്ഞു കിടക്കുക, ലോകം എന്ത് ചെയ്യണമെന്നറിയാതെ യഥാർത്ഥ ഒരു രക്ഷകന് വേണ്ടി ഏങ്ങിക്കൊണ്ടിരിക്കുക. खेत जो पूरी तरह तैयार पड़े हैं. ലോകം മനുഷ്യൻ യഥാർത്ഥമായ ഒരു ദൈവത്തിന് വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. इस दुनिया जो एक अच्छे परमेश्वर, एक सच्चा परमेश्वर को ढूंढते जा रहा है. സമാധാനം തരുന്ന ഒരു വ്യക്തിത്വത്തിന് വേണ്ടിയിട്ട് ലോകം ഏങ്ങിക്കൊണ്ടിരിക്കുക. एक शांति देने वाले एक व्यक्ति को ढूंढते जा रहा है. പക്ഷേ ഇവിടെ ആരും യഥാർത്ഥമായ സമാധാനം കൊടുക്കുവാൻ കഴിയുന്നില്ല. लेकिन यहाँ पे कोई भी एक पूरी तरह शांति नहीं. അതെന്താണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെടുന്ന അഭിഷക്തന്മാരുടെ കുറവാണ്. वो इसलिए कि यहाँ पे परमेश्वर की उस पूरे इच्छाओं को ना प्रकट करते हैं और ऐसे जो संत लोगों की कमी है. യേശുവിനെ പോലെയുള്ള വേലക്കാരെ കുറിച്ചാണ് യേശു പറഞ്ഞത്. यीशु मसीह के जैसा ही जो काम करने वाले, सेवकाई करने वाले लोगों के बारे में यीशु मसीह. ലോകമെന്ന വയൽ വിളഞ്ഞു കിടക്കുക. दुनिया पूरा पक्का हुआ है. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട അനേക കോടിക്കണക്കിന് 700 കോടിയിലധികം ആത്മാക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക ഭൂമി. जो परमेश्वर के रूप और स्वरूप में बनाए हुआ बहुत सारे करोड़ों लोगों से भरा हुआ है. എന്നാൽ അവരിൽ നിന്നും ആ ദൈവം ആഗ്രഹിക്കുന്ന നിലകളിലുള്ളതായിരിക്കുന്ന ദൈവജനത്തെ കൊയ്തെടുക്കുവാൻ, ആ വിതകളെ കൊയ്തെടുക്കുവാൻ കഴിയുന്ന അഭിഷക്തന്മാരില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുഃഖം. लेकिन उस लोगों के बीच में से जो परमेश्वर की इच्छाओं का पालन करने वाले, परमेश्वर की आज्ञाओं का पालन करने वालों को ढूंढ के निकालने के लिए ऐसा कोई संत लोग या परमेश्वर का दास लोग आजकल नहीं है. കൃപായുഗം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പാപം പരിഹരിപ്പിച്ചു വിടുവാനായിട്ടല്ല. जो ग्रेस पीरियड के बारे में इसलिए परमेश्वर ने नहीं दिया है कि पाप को बढ़ाता जाए. ഈ കൃപായുഗത്തിൽ അനേക ആയിരങ്ങൾ വിടുവിക്കപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. इस कृपा युग में बहुत सारे लोग छुटकारा पाने चाहे. ഇന്ന് ദൈവീയ സഭകളിലേക്ക് ആത്മാക്കൾ കടന്നു വരുന്നുണ്ടോ? അവർക്ക് മാനസാന്തരപ്പെട്ടവരാണോ? आजकल आपके कलीसिया में या परमेश्वर की उस कलीसिया के अंदर लोग आ रहे हैं, उनके अंदर एक मन फिरावट है. യഥാർത്ഥമായി മാനസാന്തരമുള്ള എത്ര പേര് ദൈവസഭകളിൽ വരുന്നുണ്ട്? कितना एक सच्चे मन फिरावट में आए हुए कितने लोग आपके कलीसिया में. താനൊരു പാപിയാണെന്നുള്ള പൂർണ്ണ ബോധത്തോടുകൂടി ദൈവത്തെ അറിയണമെന്നുള്ള ആവശ്യഭാരത്തോടുകൂടി വരുന്ന എത്ര പേരുണ്ട് സഭയിൽ? मैं एक पापी हूँ और सच्चे मन से परमेश्वर को ढूंढने के लिए कितने लोग आते हैं. അങ്ങനെയുള്ളവരില്ല, അങ്ങനെയുള്ളവർ വരുന്നില്ല. ऐसा लोग नहीं आ रहा आजकल. ക്ലബ്ബ് പോലെ ചിലപ്പോൾ ചില സഭകൾ बहुत सारे कलीसिया तो आजकल क्लब जैसा. ആട്ടം പാട്ടം പല കാര്യങ്ങളുമുണ്ട്. गाना और डांस, नाच वाच ये सब है. പക്ഷേ മാനസാന്തരമില്ല, लेकिन मन फिरावट नहीं. പാപബോധമില്ല. उनके अंदर मन फिरावट. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ പാപബോധം ഉണ്ടായിരുന്നു. यीशु मसीह के पास आने वाले हर एक के अंदर एक मन फिरावट. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നതായ പത്രോസ് പറഞ്ഞു, പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ട് പോകാൻ പറഞ്ഞു. यीशु मसीह के पास आने वाले पत्रोस ने बोला कि मैं पापी हूँ, मुझे छोड़ के जाओ. യേശുക്രിസ്തു ആരുടെ അടുക്കൽ എല്ലാം ചെന്നോ, കുഷ്ഠരോഗികളുടെ അടുക്കൽ ചെന്നു, എല്ലാവരും പാപബോധമുള്ളവരായി പറഞ്ഞു. यीशु मसीह जिनके पास पहुंचा है, उन्होंने हर कोई जो अपने पाप के बारे में उनके अंदर एक उत्तेजना हुआ. ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. एक स्त्री को उनके पास യേശു അവരോട് പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. उस औरत से यीशु ने बोला है कि आप पाप नहीं करें. യേശു അവളെ ശിക്ഷിച്ചില്ല. उनको दंड नहीं दिया. കൃപായുഗമായതുകൊണ്ട് അവൾക്ക് കൃപ ലഭിച്ചു. कृपा का युग था, ये ग्रेस पीरियड था, इसलिए उनको कृपा मिला. അപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ പാപബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വേലക്കാരൻ. മനുഷ്യന്റെ ഉള്ളിൽ പാപബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നതായ വേലക്കാരൻ. परमेश्वर की इच्छा के अनुसार परमेश्वर का दास लोग ये है कि दूसरों के अंदर एक पाप का बारे में उनके अंदर एक इच्छा डाले या पाप के बारे में उनके अंदर एक विचार डाले कि मैं एक पापी हूँ. നശിച്ചു പോകുന്ന ആത്മാക്കളുടെ ഉള്ളിൽ ഞാൻ പാപിയാണെന്നുള്ള ബോധം ഉണ്ടാക്കുന്നവനാണ് ഒരു ദൈവവൈദ്യൻ. एक नाश में जाने वाले व्यक्ति को या पाप में डूबने वाले एक व्यक्ति के अंदर ऐसे एक विचार डाले कि ये एक पापी है करके, ऐसा है संत लोग, परमेश्वर का दास लोग. അത് രാവിലെ ഒരു ഗുഡ് മോർണിംഗും വാട്സാപ്പിൽ കൂടെ ഒരു മെസ്സേജ് വായിച്ച ഭാവബോധം ഉണ്ടാകത്തില്ല. व्हाट्सएप के द्वारा एक गुड मॉर्निंग बोले तो वो पाप के बारे में उनके अंदर कोई विवाद नहीं आएगा. കുറച്ച് ജോക്ക് കഥകളും പറഞ്ഞ് മനുഷ്യനെ ചിരിപ്പിച്ച ഭാവമൊന്നും ഉണ്ടാകത്തില്ല. एक कहानी बोल के या जोक बोल के उनके अंदर कोई बदलावट नहीं आएगा. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെയുള്ള ദൈവത്തിന്റെ വചനം പുറപ്പെട്ടു വരണം. पवित्र आत्मा के सामर्थ्य आपके मुख से, अभिषेक से परमेश्वर के वचन निकलना. ആ വചനം ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിൽ ജനം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാനിടയാവും.
जहाँ पे उस वजन जो निकलेगा वहाँ पे लोग जो आंसू के साथ प्रार्थना करेंगे। യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയും നടന്ന ഉണർവിനെ കുറിച്ച് നമുക്കറിയാം. यूरोपियन राज्य में जो हुआ जो देवदारी के बारे में आप जानते അവിടെ हैं। ദൈവം എഴുന്നേൽപ്പിച്ച അഭിഷക്തന്മാരെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശുശ്രൂഷിച്ചവരായിരുന്നു. वहाँ पे खड़े होने वाला हर एक परमेश्वर के दास लोग जब परमेश्वर पवित्र आत्मा से भरा हुआ था। മദ്യശാലകൾ പൂട്ടുവാനിടയായി, വ്യഭിചാരശാലകൾ പൂട്ടുവാനിടയായി, സിനിമാ തിയേറ്ററുകൾ പൂട്ടുവാനിടയായി, താഷ് കളിക്കുന്ന സ്ഥലങ്ങൾ, ചീട്ട് കളിക്കുന്ന സ്ഥലങ്ങൾ പൂട്ടുവാനിടയായി. എല്ലാ സ്ഥലങ്ങളും പൂട്ടി. ജനം പാപബോധം കൊണ്ട് കരയുവാനിടയായി നമ്മൾ പഴയ ഹിസ്റ്ററികളിൽ വായിക്കും. हम देखते हैं कि गलत गलत जगह जो है वहाँ पे सारे बंद किया गया। वहाँ के लोग जो एक मन फिरावट में आया करके हम देखते हैं। അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ. वो है परमेश्वर के इच्छा के अनुसार। അങ്ങനെയുള്ള അഭിഷക്തന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. ऐसा परमेश्वर के दासों को परमेश्वर चाहते हैं। അങ്ങനെയുള്ള വേലക്കാരെ കുറിച്ചാണ് ദൈവം യേശുക്രിസ്തു പറഞ്ഞത് വേലക്കാർ ചുരുക്കമായിരിക്കുന്നു എന്ന്. ऐसे लोगों के लिए परमेश्वर ने बोला है कि कटने वाले लोग या परमेश्वर के सेवक लोग कम है करें। യേശുക്രിസ്തുവിന്റെ ഓരോ ശുശ്രൂഷകളിലും ജനത്തിന് പാപബോധം ഉണ്ടാകുവാനിടയായി. यीशु मसीह के हर एक सेवकाई में हर एक लोगों के अंदर एक मन फिरावट आया। യേശുക്രിസ്തു സക്കായുടെ വീട്ടിൽ ചെന്നു. यीशु मसीह से जक्के के घर में पहुंचा। സക്കായോട് സംസാരിച്ചു. जक्के से बात किया। സക്കായിക്ക് പാപബോധം ഉണ്ടായി. उसके अंदर एक मन फिरावट അവൻ आया। പറഞ്ഞു, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിച്ചെടുത്തതെല്ലാം ഇരട്ടിയായി അതിനധികമായി ഞാൻ തിരിച്ചു കൊടുത്തുകൊള്ളാം. उसने बोला है कि मैं दूसरों से जो लिया हुआ सारे जो चीजें जो हम उनको दुगना करके वापस दूंगा। യേശുക്രിസ്തു നിക്കോദെമോസിനോട് സംസാരിച്ചു. यीशु मसीह निकोदेमस से बात किया। നിക്കോദെമോസിന് പാപബോധം ഉണ്ടായി. उसके अंदर भी एक मन फिरावट आया। പരീശന്മാരിൽ പരീശനായിരിക്കുന്നതായ പൗലോസുമായിട്ട് യേശുക്രിസ്തു എൻകൗണ്ടർ ചെയ്തു. जो फरीसी से बढ़कर एक फरीसी है वो जो उस पौलुस से परमेश्वर ने बात की। പഴയ നിയമത്തിന്റെ വിധി അനുസരിച്ച് കുറ്റമില്ലാത്തവനാ പൗലോസ്. എല്ലാ നിയമങ്ങളും പാലിക്കുന്നവൻ, 3 നേരം പ്രാർത്ഥിക്കുന്നവൻ, ഉപവസിക്കുന്നവൻ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവൻ. पुराने नियम के अनुसार की सारे आज्ञाओं का पालन करने वाला व्यक्ति था वो। പക്ഷേ യേശുക്രിസ്തുവിന്റെ സന്ദർശനം അവനുള്ളിൽ പാപബോധം ഉണ്ടാക്കി. लेकिन यीशु मसीह का जो आगमन यीशु मसीह के पास जब वो आया तो उसके अंदर एक मन യേശു फिरावट आया। ചെന്നിടത്തെല്ലാം പാപബോധം ഉണ്ടാകാനിടയായി. यीशु मसीह जहाँ जहाँ गया वहाँ पे एक बात के बारे में उनके അതിന്റെ अंदर കാരണം എന്താണെന്ന് അറിയാവോ? उसका मतलब क्या है? യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ്. यीशु मसीह के अंदर का पवित्र ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞ ഒരു വാക്യം പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് उस ഇന്നത്തെ पवित्र ക്ലാസ്. आत्मा के बारे में यीशु मसीह का बताए हुए कोटिंग बता ഒറ്റ വാക്യം. एक बार യേശുക്രിസ്തു പറഞ്ഞു, यीशु मसीह ने बोला ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. वो सहायक आपके पास आए। ഞാൻ പോകുന്നത് നല്ലത്. मेरा जाना अच्छा है। ഞാൻ പോകുമ്പോൾ मेरे जाने से ഞാൻ പിതാവിനോട് ചോദിച്ചു, പിതാവ് വാഗ്ദത്തം ചെയ്ത ആ കാര്യസ്ഥനെ നിങ്ങളിലേക്ക് അയക്കും. मैंने पिता से मांगा हुआ वो सहायक तुम्हारे पास आए। ആ കാര്യസ്ഥൻ വന്ന് वो सहायक आके പാപത്തെക്കുറിച്ചും पाप के बारे में, നീതിയെക്കുറിച്ചും धर्म के बारे में, ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. न्याय के बारे में आपको समझाए। അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്താണ്? जब पवित्र आत्मा आपके अंदर आएगा तो उनका पहले मकसद क्या है? ഏത് വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവേശിക്കുന്നോ ആ വ്യക്തി ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. जिस व्यक्ति के बाद पवित्र आत्मा आता है उस व्यक्ति को पूरी तरह परमेश्वर के लिए एक मंदिर बनाना पवित्र आत्मा का काम है। അത് പരിശുദ്ധാത്മാവ് അത് ചെയ്യുകയാണ്. वो पवित्र आत्मा करते जाते हैं। എങ്ങനെയാണ് ചെയ്യുന്നത്? कैसे करेंगे? നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കും. हमारे दिलों को पवित्र आत्मा शुद्ध करता है। ഹൃദയത്തിനകത്ത് ശുദ്ധമുണ്ടാകുമ്പോൾ, വിശുദ്ധി ഉണ്ടാകുമ്പോൾ അത് ശരീരത്തിന്റെ പുറത്തും പ്രകടമാകും. जब हमारे दिल के अंदर एक पवित्रता आने लगेगा कि वो हमारे पूरे शरीर में प्रकट होगा। ഹല്ലേലൂയ. हालेलुया। അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൈവം വസിക്കുന്ന ആലയമായി നമ്മളെ മാറ്റും. पवित्र आत्मा परमेश्वर का रहने का हिसाब से हमारे शरीर को बना देगा। ആദ്യം പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം അതാ. पवित्र आत्मा करने की पहले बात यही है। ദൈവാത്മാവിന്റെ പൂർണ്ണമായ ഒരു അഭിഷേകം ഒരു മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അവനിലുള്ള പാപത്തെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തും. जब परमेश्वर की पवित्र आत्मा एक इंसान के ऊपर जब आता है तो उसके अंदर के पाप के बारे में पवित्र അവനുള്ള आत्मा കുറവുകളെയും ബലഹീനതകളെയും പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തും. उसके अंदर की कमी घटी सबसे पहले से उनको बताएगा। അത് അവന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തും. वो उनके अंदर एक बदलावट അവൻ അവിടെ മാനസാന്തരപ്പെടുമ്പോൾ वो एक बनफिरावट में जब आएगा ദൈവം അവനെ വിശുദ്ധീകരിക്കും. परमेश्वर उनको पवित्र യേശുവിന്റെ करेगा। രക്തം കൊണ്ട് അവന്റെ പാപങ്ങളെ കഴുകുവാനിടയാവും. यीशु मसीह के उस लहू से उनको पाप को धोएगा। അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് അവരുടെ ഇടയിൽ വസിക്കും.
जैसे यीशु मसीह ने बोला पिता पुत्र पवित्र आत्मा आपके उनके बीच में वास करे। എങ്ങനെ യേശുക്രിസ്തുവിൽ പിതാവും പരിശുദ്ധാത്മാവും വസിച്ചോ അതുപോലെ തന്നെ സഭയായിരിക്കുന്ന ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കുന്ന ഓരോരുത്തരിലും പിതാവുത്ത പരിശുദ്ധാത്മാവ് വാസം ചെയ്യുവാൻ ഇടയാകും. जैसे यीशु मसीह में पिता पुत्र पवित्र आत्मा वास करते थे वैसे ही उनके कलीसिया के अंदर भी कलीसिया के बाद भी पिता पुत्र पवित्र आत्मा की उस संगति ദൈവം നമ്മളിൽ വാസം ചെയ്യുമ്പോൾ നാം കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ജനത്തിന് പാപബോധം ഉണ്ടാവുകയില്ല. जब परमेश्वर हमारे अंदर वास करेंगे पवित्र आत्मा हमारे अंदर वास करेंगे तो जहाँ जहाँ हम जाएंगे वहाँ पे लोगों के अंदर एक पाप के बारे में मन प्रवृत्ति നമ്മൾ വാ തുറക്കേണ്ട ആവശ്യമേ ഇല്ല. സുവിശേഷം പോലും ഇവൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സാന്നിധ്യം നമ്മളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അടുത്തിരിക്കുന്നവരിൽ പാപബോധം ഉളവാക്കാനിടയാകും. हमें मुंह खोलने की भी जरूरत नहीं पड़ेगी, हम वचन बोलने की भी जरूरत नहीं पड़ेगी. हमारी जो संगति जो है वो बगल वाले को एक मन फिरावट में लेके യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അനേകരിൽ പാപബോധം ഉളവാക്കാനിടയായി. यीशु मसीह का वो संगति जब बहुत लोगों के अंदर मन फिरावट लाए. അതിന് കാരണം യേശുക്രിസ്തുവിന്റെ പ്രസംഗവും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരുന്നു. वो इसलिए कि यीशु मसीह का वो सेवकाई और उनके प्रचार सब चीज जो है पवित्र आत्मा से भरे हुए थे. ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. आज रात के समय में हम अपने आंखों को बंद करें, നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. हम परमेश्वर के हाथ में समर्पण करें. കർത്താവേ, അങ്ങയുടെ അഭിഷേകം ഞങ്ങൾക്ക് ആവശ്യമാണ്. परमेश्वर आपकी उस अभिषेक हमें जरूर है. പരിശുദ്ധാത്മാവിന്റെ അവിലേറിയ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്. पवित्र आत्मा की उस महान संगति हमारे लिए ആദ്യം जरूर है. ഞങ്ങളിലുള്ള കുറവുകളെ ബലഹീനതകളെ ഞങ്ങൾ അറിയണം കർത്താവ്. परमेश्वर पहले हम अपने कमी कटियों को समझने അങ്ങേക്ക് പൂർണ്ണമായി വസിക്കുവാൻ കഴിയുന്ന ഒരു ആലയമായി ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ ശരീരം മാറണം കർത്താവ്. आपको रहने लायक हमारे शरीर को बदल दीजिए. ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നല്ലോ. आपने हमारे लिए दाम दिया है. ഞങ്ങൾ ഞങ്ങൾക്കുള്ളവരല്ല കർത്താവ്. हम अपना नहीं है प्रभु. എന്നാൽ പലപ്പോഴും ഞങ്ങൾ ഞങ്ങൾക്കുള്ളവരായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. लेकिन बहुत बार हम अपना होकर जीते जा रहे ആ हैं. അവസ്ഥകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം. उस परिस्थिति से हमें अलग कर दीजिए. ദൈവം വസിക്കുന്ന മന്ദിരമായി ഞങ്ങൾ മാറണം. ये परमेश्वर का रहने वाला एक मंदिर जैसा मैं बताया. യേശു കടന്നു പോയിടങ്ങളിലെല്ലാം ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടതുപോലെ ജനത്തിന് പാപബോധം ഉണ്ടായതുപോലെ ഞങ്ങൾ കടന്നു പോകുന്ന സകല ഇടങ്ങളിലും ജനത്തിന് പാപബോധം ഉണ്ടാകും. जहाँ जहाँ यीशु मसीह गए थे प्रभु वहाँ पे सब लोगों के अंदर एक गिरावट आया प्रभु. वैसे ഞങ്ങൾ ഒരു हम भी വ്യക്തിയുമായി സുവിശേഷം പങ്കുവെക്കുമ്പോൾ അവന് പാപിയാണെന്നുള്ള ബോധം ഉണ്ടാകണം. जब हम आपके परमेश्वर के वचन को जब बांटेंगे प्रभु तो उनके अंदर एक मन गिरावट आने पाए, वो पापी है करके वो समझ नहीं पाए. ഞങ്ങൾ ആ വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ കർത്താവേ സ്തോത്രം മാനസാന്തരം ഉണ്ടാകണമേ. जब हम उनसे बात करेंगे प्रभु उनके मन के अंदर एक मन गिरावट आने पाए. അങ്ങനെ മാത്രമേ കർത്താവേ ഞങ്ങൾക്ക് ജനങ്ങളെ കൊയ്തെടുക്കുവാൻ കഴിയത്തുള്ളൂ, ജനങ്ങളെ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ, तभी हम लोगों को छुटकारा दे पाएंगे. രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ उस കഴിയത്തുള്ളൂ. उद्धार के उस जगह पे उनको लेके आए. മാനവജാതിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാൻ കഴിയത്തുള്ളൂ. इंसान के लिए रखा हुआ उस अनंत राज्य में तभी हम उनको लेके जाएंगे. വരുന്ന ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെ അതിനായി സഹായിക്കണം. आने वाले दिनों में आप ऐसे सहायता ഞങ്ങളെ करें. കേട്ടുകൊണ്ടിരിക്കുന്നവരെയും ഇനി ശേഷം കേൾക്കുന്ന എല്ലാവരെയും ദൈവങ്ങളിൽ ഏൽപ്പിച്ചു आगे പ്രാർത്ഥിക്കുന്നു. सुनने वालों को आगे जो सुनने चाहते हैं प्रभु सबको आप चाहते हैं. അവരിലെല്ലാം ഈ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയട്ടെ. उनके अंदर सभी पवित्र आत्मा की अभिषेक भर जाए. യേശുവിനെ അഭിഷേകം ചെയ്തതുപോലെ തന്നെ കർത്താവ് എല്ലാവരെയും അഭിഷേകം ചെയ്യുമാറാണ്. जैसे यीशु मसीह को अभिषेक किया प्रभु वैसे हम हर किसी को अभिषेक करें. ഞങ്ങൾ കടന്നു ചെല്ലുന്നിടമെല്ലാം ജനത്തിന് പാപബോധം ഉണ്ടാകട്ടെ കർത്താവ്. जहाँ जहाँ हम जाते हैं प्रभु वहाँ हर जगह लोगों के अंदर एक गिरावट आने पाए, पाप के बारे में बोध होने पाए. മനുഷ്യ കൈകളാൽ പണിതുപെട്ടിരിക്കുന്നതല്ല ആലയം, ഞങ്ങൾ ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ ആലയമെന്ന് കർത്താവേ മറ്റുള്ളവർ ഞങ്ങളെ കണ്ട് മനസ്സിലാക്കും. इंसान के हाथ के बना हुआ कोई ऐसा जो बिल्डिंग नहीं है प्रभु, परमेश्वर का कलीसिया हम हर एक जो परमेश्वर का मंदिर है करके हर कोई അതിനായി ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. उसके लिए अभिषेक करिए. ചിലരെ കൂടെ ദൈവരാജ്യത്തേക്ക് നേടുവാൻ ഞങ്ങളെ സഹായിക്കണം. कुछ लोगों को और आपके राज्य के लिए लेने के लिए मैं അവിടുന്ന് ഞങ്ങളുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകം അതിനായി ഉപയോഗിക്കപ്പെടട്ടെ കർത്താവ്. हमारे अंदर डाला हुआ वो अभिषेक उसके लिए उपयोग करने അവിടുത്തെ पाए. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് आपके പ്രാർത്ഥിക്കുന്നു. हाथ में समर्पण करें. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും പിതാവിന്റെ പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് हमें പ്രാർത്ഥിക്കുന്നു. सुनने वाला हर एक को पिता पुत्र पवित्र आत्मा के नाम से आशीष करते हैं. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി ക്രമ നമ്മെ നല്ല यीशु मसीह के नाम से हमने प्रार्थना किया है. അമേൻ അമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങൾ വചനങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ആദ്യം മാനസാന്തരം ഉണ്ടാകട്ടെ. മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. आमीन. आमीन. ഈ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. തുടർന്ന് നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ये अभिषेक आपके लिए जरूरी है, उसके लिए आप लगातार प्रार्थना करते ആ हैं. ശക്തിയേറിയ അഭിഷേകം നിങ്ങളിലേക്ക് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. वो सामर्थ भरा हुआ अभिषेक आपके अंदर डालना चाहिए. ദൈവത്തിന് ആവശ്യമുള്ളത് മാനസാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള അഭിഷേകമുള്ളവരെയാണ്.
हाँ, परमेश्वर को उन लोगों की जरूरत है जो दूसरे लोगों के अंदर एक बदलावट लाने की। ഹല്ലേലൂയ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ വ്യാപരിക്കണം. वो पाप के बारे में, न्याय के बारे में और दंड के बारे में जो हमें याद दिलाने वाला उस पवित्र आत्मा के सामर्थ्य हमारे अंदर कार्य करने का। തുടർന്ന് പ്രാർത്ഥിക്കുക. ഞായറാഴ്ചത്തെ ഫേസ്ബുക്ക് ലൈവിൽ നമുക്ക് ദൈവം അനുവദിച്ചത് നമുക്ക് കാണാം. हाँ, अगले संडे को इतवार के वर्षिप में हम देखेंगे। ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.